കടയ്ക്കൽ ക്ഷേത്രോത്സവത്തിനിടയിൽ വിപ്ലവഗാനമൊക്കെ പാടിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കാഴ്ചകളും ഇതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ വരെ ഒരു ഹർജി എത്തിയിരിക്കുകയാണ്. വിപ്ലവഗാനം പാടിയ സംഭവത്തെ തുടർന്ന് ഹർജി. ഉത്സവ ചടങ്ങിന്റെ പവിത്രത കളങ്കപ്പെട്ടു എന്നാണ് ഇതിലെ വാദം. ഹൈക്കോടതി ഈ ഹർജി ഇന്ന് പരിഗണിക്കും. ഷപ്ന സിയാദുണ്ട്. ഷപ്ന, ഈ ഗാനം അതിന്റെ ദൃശ്യങ്ങളൊക്കെ വ്യാപകമായതിന് പിന്നാലെ പാട്ട് പാടിയ ആൾ തന്നെ പറഞ്ഞത് ഇത് താൻ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ട് വന്നതല്ല, അവിടെയുള്ള പലരുടെയും ആവശ്യങ്ങൾ അനുസരിച്ച് താൻ ആ ഗാനം ആലപിച്ചതാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അപ്പോഴും എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ ചിത്രങ്ങൾ മാറിയത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ നിലനിന്നിരുന്നു. ഹൈക്കോടതിയിൽ ഹർജി എത്തിയിരിക്കുന്നു. ഹർജിക്കാരന്റെ പ്രധാനപ്പെട്ട ആശങ്ക എന്തൊക്കെയാണ്? ഹർജി ഇന്നിപ്പോൾ കോടതി പരിഗണിക്കും അല്ലേ? ഗുഡ് മോർണിംഗ് ഷപ്ന. സേതു, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ മാർച്ച് 10-ാം തീയതിയാണ് കടയ്ക്കലിലെ ക്ഷേത്രത്തിൽ അലോഷി ഈ ഗാനം ആലപിക്കുന്നത്. അലോഷി സാധാരണയായി സ്ഥിരമായി വേദികളിൽ ആലപിക്കാറുള്ള നൂറ് പൂക്കളെ, അതോടൊപ്പം തന്നെ പുഷ്പനെ അറിയാമോ തുടങ്ങിയ വിപ്ലവ ഗാനങ്ങളാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഗാനമേളയ്ക്കിടയിൽ ആലപിച്ചത്. അന്ന് ഈ അലോഷിയുടെ വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് പുറത്തു വന്നിരുന്നു. അദ്ദേഹം പറയുന്നത് ഇത് ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന കാണികൾ, പ്രേക്ഷകർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് താൻ ഇത്തരത്തിൽ ഗാനം ആലപിച്ചത്. അതോടൊപ്പം തന്നെ ഈ ഗാനം ആലപിക്കുമ്പോൾ ഇതിൻ്റെ സ്ക്രീനിൽ, അതായത് പിന്നിലെ സ്ക്രീനിൽ CPM-ൻ്റെയും DYFIയുടെയും കൊടിയും മറ്റ് ചിഹ്നങ്ങളും വന്നിരുന്നു. അതൊരു പക്ഷേ ഈ ഗാനത്തിന് അനുയോജ്യമായ ചിത്രങ്ങൾ അല്ലെങ്കിൽ ഈ കൊടി ചേർത്തതാകാം എന്നാണ് അലോഷി പറഞ്ഞിരുന്നത്. ഏതായാലും ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു അഭിഭാഷകൻ തന്നെയാണ് ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ച് കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിൻ്റെ പവിത്രത കളങ്കപ്പെടുത്തി, അതോടൊപ്പം തന്നെ ക്ഷേത്ര പരിസരം രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഇതിൻ്റെ വിഷ്വലിൽ തന്നെ നമ്മൾ കണ്ടതാണ്. ചില പ്രദേശവാസികളായ CPM-ൻ്റെ പ്രവർത്തകരടക്കം ഇതിൽ വലിയ പ്രോത്സാഹനം നൽകുകയും കാണികൾ വലിയ തോതിൽ കൈയടിക്കുകയും ചെയ്തിരുന്നു. സാധാരണയായി അലോഷിയുടെ ഇത്തരത്തിലുള്ള വിപ്ലവ ഗാനങ്ങൾ കേട്ട് എല്ലാവരും അതിനൊപ്പം പാടുകയും കൈയടിക്കുകയും ചെയ്യാറുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ കേസിലും. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തും ഇത്തരത്തിലൊരു ഓഡിറ്റോറിയത്തിൽ ഈ പരിപാടി നടക്കുമ്പോൾ ആളുകൾ, പ്രേക്ഷകർ ആ രീതിയിൽ ഇത് ആസ്വദിക്കുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ഇത്തരം ഒരു വിവാദമുണ്ടായത്. ഏതായാലും അലോഷി ഇതിന് വിശദീകരണം നേരത്തെ തന്നെ മാധ്യമങ്ങളിലൂടെ നൽകിയിരുന്നു. ഇത്തരത്തിലുള്ള ഈ ഗാനങ്ങൾ പലപ്പോഴും പല വേദികളിലും പ്രേക്ഷകർ ആവശ്യപ്പെടാറുണ്ട്. അതനുസരിച്ചാണ് താൻ ഇവിടെയും ഇത് ആലപിച്ചത്. കരുതി കൂട്ടിയായിരുന്നില്ല. അതോടൊപ്പം തന്നെ ക്ഷേത്ര കമ്മിറ്റി അല്ല ഇത് പാടണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിപ്ലവ ഗാനങ്ങൾ ഈ വേദിയിൽ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞത്. അലോഷിയുടെ വിശദീകരണം കേട്ടു. പുതിയ ഹർജി ചെന്നിരിക്കുന്നു. ഇനി ഹൈക്കോടതി വിഷയത്തിലെടുക്കുന്ന നിലപാട് അതാണ് നിർണായകമാവുക.